നമസ്കാരം. അഗ്നിപഥിൽ പ്രതിഷേധം കത്തിപ്പടരുന്നതിനിടെ പദ്ധതിക്കെതിരായി പ്രതിഷേധം ശമിപ്പിക്കാൻ കൂടുതൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അഗ്നിവീറുകൾക്ക് പ്രതിരോധ വ്യോമയാന മന്ത്രാലയ ജോലികളിലും തീരസുരക്ഷാ സേനയിലും സംവരണം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര പോലീസ് സേനകളിൽ 10% സംവരണവും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം പ്രതിഷേധത്തിൽ മരിച്ചവരുടെ എണ്ണം 2 ആയിരിക്കുകയാണ്. ബീഹാറിൽ പ്രതിഷേധക്കാർ ഇന്നും വാഹനങ്ങൾ കത്തിച്ചു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. അണയുമോ പ്രതിഷേധാഗ്നി? പ്രേക്ഷകർക്ക് പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471354200. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്നുമാണ് മുഹമ്മദിന് എന്ത് തോന്നുന്നു? ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായ ഈ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ അല്ലെങ്കിൽ അവർക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വയസ്സിന്റെ കാര്യത്തിലായാലും സേനയിലേക്കുള്ള നിയമനത്തിലായാലും ഒക്കെയുള്ള സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രതിഷേധാഗ്നി ഇതുകൊണ്ട് അണയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മാഡം നമസ്കാരം. പറയൂ. പിന്നെ പ്രതിരോധ സേന എന്നുള്ള പറയുന്ന പോലീസ് പിന്നെ ഈ സേന, നേവി, കരസേന മുതലായവയൊക്കെ എന്ന് പറഞ്ഞാല് അതിക്ക് ഇങ്ങനെ ഈ നിങ്ങൾ 4 കൊല്ലം പണിയെടുക്കി വേറെ ഇരിക്കും പറഞ്ഞ് വിളിച്ചാൻ പറ്റൂല. അത് അത്രയും സീക്രട്ട് സ്ഥലമാണ്. ആ സീക്രട്ട് സ്ഥലത്ത് അത് വളരെയധികം ഡിസിപ്ലിനോട് കൂടിയിട്ട് വേണം. അത് കുറച്ച് ആളെ പിടിച്ചാണ് കൊണ്ടുപോയിക്കാണ്ട് അതിന് പണിയെത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അത് ഭയങ്കര അനർത്ഥങ്ങളുണ്ടാവും. അതുകൊണ്ടാ പറയുന്നത്. കാരണം ഡിസിപ്ലിൻ തഥാ എഡ്യൂക്കേഷൻ അമാരി ട്രെയിനിങ് പിന്നെ ഇവയാണ് എന്ന് പറയുന്ന റിക്രൂട്ട്സിനോട് പോലെ ആദ്യം പറഞ്ഞത്. ഏത് അച്ഛന്മാരെ മക്കളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒരു മക്കളായിട്ട് ആ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. അങ്ങനത്തെ രീതി നിങ്ങൾ കുറച്ച് ദിവസം പണിയെടുക്കി, നിങ്ങൾ കുറച്ച് ദിവസം പോയി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇന്ത്യന്റെ സുരക്ഷക്ക് വളരെയധികം ബുദ്ധിമുട്ടല്ലേ മാഡം? അത് മനസ്സിലാക്കണ്ടേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് ഒഴിവാക്കിയിട്ട് സാധാരണ രീതിയിൽ ഇവിടെ കോടികൾ പണിയിൽ അടക്കുന്നുണ്ട്. അവരെ UPSC മുഖാന്തരോ പോലക്കത്തില് എടുക്കണം എന്നുള്ളതാണ്. മറ്റേ കുറെ കഴിയുമ്പോൾ അവരെ ഏജ് ഓവറാവും. വ്യക്തമാണ്. മുഹമ്മദിന്റെ ആശങ്ക വ്യക്തമാണ്. ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ വടകരയിൽ നിന്നും ചേരുന്നു. ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിൽ സേനയിൽ കൂടുതൽ യുവത്വം വേണം, സേനയ്ക്ക് യുവത്വം വേണം എന്ന രീതിയിലൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. ഒപ്പം കൂടുതൽ നിയമനങ്ങൾ വരുന്നു എന്നും അവർ മുന്നോട്ട് വെക്കുന്നു. താങ്കൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ തോന്നുന്നത്? മേഡം, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് സമരമൊക്കെ ആകാം. ജനാധിപത്യ സമരമൊക്കെ സാധാരണയാണ്. പക്ഷെ ട്രെയിന് കത്തിച്ചും നാട്ടിലാകെ തീയിട്ടിട്ടും അക്രമം നടത്തിയും സമരം ചെയ്യുന്നവരെ പ്രോത്സാഹിക്കുന്ന രാഷ്ട്രീയങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിയമം എന്തോ ആവട്ടെ, അതൊന്നുകിൽ പാർലമെന്റ് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ പരാജയപ്പെടും, ഒന്നുകിൽ വിജയിക്കും. അത് നടപ്പാക്കിയ ഇരിക്കാശക്തിയുള്ള ഗവൺമെന്റ് അത് നടപ്പാക്കുകയും ചെയ്യും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ രാജ്യം കത്തിക്കാൻ വേണ്ടി കുറെ യുവാക്കളെയും ഭീകരവാദികളെയും കൂട്ടിയിട്ട് രാജ്യം ഉറങ്ങി തുള്ളുന്നവരുണ്ടല്ലോ. ഇവിടുത്തെ പൊതുജനം കരുതിയൊന്നുമല്ല. അവരിത്രയും കാലം പൗരത്വത്തിന് എല്ലാവർക്കും ഉറങ്ങി തുള്ളുകയും കത്തിച്ചൊക്കെ ചെയ്തതല്ലേ. ഇത് UP-യിലൊക്കെ എന്താ സ്ഥിതി ഉണ്ടായത്? അതൊക്കെ നമ്മൾ UP-യിലൊക്കെ എന്താ സ്ഥിതി ഉണ്ടായത്? അപ്പൊ അതുകൊണ്ട് ഈ പൊതുജനം നോക്കിക്കാണുന്നുണ്ട്. ഈ കോൺഗ്രസ് ചെയ്യും, പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ അവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ദേശീയ തലത്തിൽ അവർക്ക് ഒരു പ്രസക്തിയില്ല. അവരിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നോട്ട് നിരത്തിപ്പോ ചെയ്ത പണിയൊക്കെ ഇവിടുത്തെ ജനം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അവരെ വീരാവാഴ്ച പിന്നീട് 99 ആഴ്ചകളൊക്കെ പറഞ്ഞ് അവരെ ആഹ്ലാദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തിരിച്ചടി എത്തിയിട്ടുണ്ടാവും. ശരി, വിളിച്ചതിന് നന്ദി. താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. ജോസുകുട്ടി എന്ന പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്നും. ജോസുകുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ ഇപ്പോൾ മരിച്ചത് 2 പേരാണ്. ട്രെയിൻ അടക്കം കത്തിക്കുന്നതിലേക്ക് പ്രതിഷേധം നീങ്ങി. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? മോളെ, ഇതിപ്പോ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ പ്രതിഷേധം അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിന് അറിയത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല. അവര് മാന്യതമായിട്ട് സമീപനം പാലിക്കുന്നുണ്ടാവും. എന്തെല്ലാം നാശനഷ്ടങ്ങളാക്കണം. ഇങ്ങനെയാണോ ഒരു പ്രതിഷേധം നടക്കുക? ഈ നശിപ്പിക്കുന്ന ആരുടെ വസ്തുക്കളും നമ്മുടെ വക തന്നെ മുതലുകളെല്ലാം നശിപ്പിക്കുന്നത്. പ്രതിഷേധമാകാം, മര്യാദക്കുള്ള പ്രതിഷേധം കാര്യങ്ങളും ചർച്ചയൊക്കെ ആകാം. അതുപോലെ തന്നെ ഇതുപോലെ എത്ര 1 വർഷം മിച്ചം നടത്തിയതല്ലേ കർഷക സമരം? അവസാനം കൊണ്ട് കല ഉടച്ച് തീവ്രവാദികളെല്ലാം കയറി അത് പിന്നെ എന്തെല്ലാം കോല കെട്ടിയത്. അതിന് BJPക്ക് എന്നാ പറ്റി? നടന്നോടത്ത് പോലും BJP തൂത്തുവാരിയില്ലേ? അതുപോലെ ഈ പ്രതിഷേധം കണ്ടല്ലേ, കണ്ണും മൂക്കും വായും ഒക്കെ മൂടിക്കെട്ടി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞാൽ അമ്മാര് തീവ്രവാദികളും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നടക്കുന്നവന്മാരാ.
അല്ലാതെ യഥാർത്ഥ സമരക്കാരാണോ? യഥാർത്ഥ സമരക്കാരെന്തിനാ ഈ കണ്ണും മൂടി കെട്ടുന്നു, കാലും മൊത്തം മൂടിക്കെട്ടി കണ്ണും മാത്രം കാണിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്? അപ്പൊ അതിനകത്ത് ഞൊഴിഞ്ഞു കയറുന്നുണ്ട്, തീവ്രവാദികൾ ഞൊഴിഞ്ഞു. കോൺഗ്രസ് പഠിക്കുന്നില്ല. ഈ കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കൂടി സമരം ചെയ്താൽ ഈ കോൺഗ്രസ് ഇതോടുകൂടി തീർന്ന് തരിപ്പണമായി പോകും. പിന്നെ CPM-കാർ അവർ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ കോൺഗ്രസിനെ തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഏലോ വെച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ സമരം. ഈ സമരം കൊണ്ടൊന്നും യാതൊരു വിശേഷമില്ല. നമ്മുടെ കുറെ പൊതുമുതൽ നശിപ്പിച്ച് നമ്മുടെ കുറെ കോടികൾ നഷ്ടം വരുത്തി നമുക്ക് തന്നെ അത് വിനയാകും എന്നുള്ളതല്ലാതെ ഭരിക്കുന്ന പാർട്ടിക്കുന്നില്ല. അത് അടിച്ചമർത്താനാണെങ്കിൽ നിസ്സാര കളിയുള്ളൂ, അടിച്ചമർത്താം. ഒരു അടിച്ച് തൂത്തുവാരി ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ കണ്ടല്ലോ എന്തൊരു അടിയ പോലീസുകാർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ UP സർക്കാർ, കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഇത് അടിച്ചമർത്താൻ പറ്റുന്നില്ല. പിന്നെ അണമുട്ടിയ പാമ്പും കടിക്കുന്നു, അണലിയും കടിക്കും എന്ന് പറഞ്ഞ പോലെ സമരം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൂടി അതിന്റെ വിധി വേണ്ട രീതിയിൽ ചെയ്യുകയും ചെയ്യും. പിന്നെ അത് നമ്മൾ അയ്യോ മൊത്തമൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇന്നലെ തന്നെ 2 പേര് മരിച്ചു. ഇന്ത്യ ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ശരി ജോസൂട്ടി, വിളിച്ചതിന് നന്ദി. ജിതിൻ പാലക്കാട് നിന്നും ചേരുന്നു. ജിതിൻ, ഇപ്പോൾ അനുനയ നീക്കമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രതിഷേധത്തിന് ഇത് മതിയോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകും. അതായത് ഈ പദ്ധതി എന്ന് പറയുന്നത് വളരെ നല്ലൊരു പദ്ധതിയാണ്, നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഒരു കാര്യം അറിയാതെ കണ്ണടച്ച് വിമർശിക്കുകയാണ്. ഇതിനിപ്പോ നിങ്ങൾ ഈ വിമർശിക്കുന്നവരുടെ തന്നെ പദ്ധതിയുടെ എന്താ കാര്യം ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അതാണ് കേരളത്തിന്റെ അവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞ യുവാക്കളുടെ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ യുവത്വം ഇന്ത്യയിലാണ്. അപ്പൊ ഈ ആർമിയിലും അതുപോലെ യുവാക്കൾ വരണം. ഇതിപ്പോ 4 കൊല്ലം സർവീസ് എന്ന് പറഞ്ഞാലും 4 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന വ്യക്തിക്ക് മറ്റൊരുപാട് സൈന്യങ്ങളിലേക്ക് പ്രിഫർ ചെയ്യും. പിന്നെ അത് പോരാതെ 20% വരെ സൈന്യത്തിൽ നിലനിർത്തുന്നും പറയുന്നുണ്ട്. പിന്നെ ഈ വരുന്നവർക്ക് മറ്റേ നല്ലൊരു തുകയും ഒരു എന്താ പറയാ, ആർമി എന്ന് പറഞ്ഞാൽ ഒരു വരുമാനം മാത്രമല്ല, ഒരു ജോബായിട്ടല്ല, അതൊരു സേവനമാണ്. നമ്മളിന്നിപ്പോ ഈയിടയ്ക്ക് ഞാൻ ഈ കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരന്റെ ഇത് കണ്ടപ്പോ ഒരു ആർമി അവർ കാണുന്നത് ഒരു ജോബല്ല, ജോബും ആണെങ്കിലും ഒരു സേവനം കൂടിയാണ് രാജ്യത്തിന്. അപ്പൊ അതിന് കറക്റ്റായി കൊടുക്കുന്നുണ്ട്. ഈ കേരളത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സമരത്തിൽ ഇറങ്ങുന്ന ഒന്നും അറിയാത്ത കുറെ കുട്ടികളുണ്ട്, അവരറിയുന്നില്ല ഇങ്ങനെ നിങ്ങൾ ഒരു പോലീസ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് ആ 4 വർഷം എന്ന കാലയളവാണ്. 4 വർഷം കഴിയുമ്പോൾ പിന്നെ എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം അതിനവര് വ്യക്തമായ അതിനുള്ള മറുപടിയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കരുത് എന്ന് ആരോ വിചാരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കരുത്, ഇങ്ങനൊരു സമരം ക്രിയേറ്റ് ചെയ്യാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വലയിൽ ഈ കുട്ടികൾ പെടുന്നു. പക്ഷേ ഈ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ഒരു സമരത്താണെങ്കിൽ ഒരു പോലീസ് കേസിൽ പെട്ടാൽ നിങ്ങൾക്ക് മിലിറ്ററി എന്നല്ല ഒരു ജോബും കിട്ടില്ല. കേരളത്തിലെ കുട്ടികൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ കേരളത്തിൽ കണ്ടു, തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ എന്തൊക്കെ പ്രശ്നം കണ്ടു. ഇവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരു സമരത്ത് വന്നു ഒരു പോലീസ് കേസ് വന്നാൽ നിങ്ങൾക്ക് ആർമി എന്നല്ല ഏത് ജോലി, അപ്പൊ നിങ്ങൾക്ക് ഒരു പിന്നിൽ ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടാവില്ല. ഇതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം, അതിന്റെ ചീപ്പ് പൊളിറ്റിക്സിന് വേണ്ടി കുട്ടികളെ ഇരയാക്കുകയാണ്. ഈ പദ്ധതി നല്ലതാണ്, ഇത് സ്വാഗതം ചെയ്യണം. കാരണം ഇത് കൊല്ലം ഒരുപാട് യുവാക്കൾക്ക് 4 കൊല്ലം മിലിറ്ററി ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നല്ലോണം ശമ്പളം കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് മറ്റുള്ള ഡിഫൻസിക്കും അതിനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വിളിച്ചതിന് നന്ദി. താങ്കളുടെ അഭിപ്രായത്തിനും. ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്നും. ചന്ദ്രൻ, ഇപ്പോൾ ജിതിൻ പറഞ്ഞതുപോലെ കുറേയേറെ ആളുകൾക്ക് ഒരുമിച്ച് നിയമനം ലഭിക്കുന്നു. അത് വലിയൊരു കാര്യമായി നല്ലൊരു പദ്ധതിയായല്ലേ കാണേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മാഡം, ഞാനൊരു ജവാന്റെ പിതാവാണ്. അവൻ കയറിയതിന് ശേഷം അവൻ വിരമിച്ചു. അവന്റെ ഭാവി സുരക്ഷിതമാണ്. അത് വെച്ച് ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഒരു വിദ്യാർത്ഥി അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന പ്രായത്തിലാണ് സൈന്യത്തിന്റെ ഈ 4 വർഷ കോഴ്സിൽ അവൻ കയറുന്നത്. 4 വർഷം കഴിഞ്ഞ് മതിയോ തുടർ പഠനം? ഇനിയിപ്പോ സൈന്യത്തിൽ ഇരുന്ന് പഠിച്ചാലും തുടർ ജോലി സാധ്യതകൾ 25% മാത്രമാണ്. ഈ പദ്ധതി പ്രകാരം സൈന്യത്തിൽ കയറുന്നവർക്ക് സർവീസ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ച് പണവും കൂടാതെ ബാങ്ക് ലോണും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളുടെ ഭാവി എന്താകും എന്നൊരു ചിന്താഗതി നമ്മളുടെ കുട്ടികൾക്കുണ്ടായി. അതല്ലാതെ അവരാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ തന്നെയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു സത്യമായിട്ടുള്ള കാര്യം ഇതാണ്. അവരുടെ ഈ ഇളം പ്രായത്തിൽ തന്നെ അവർ സർവീസിൽ കയറുന്നു, വിരമിക്കുന്നു. അടുത്ത ഒരു ജോലിയിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി, 15 വർഷ സർവീസ് കൊണ്ട് എന്റെ മകന്റെ ഭാവി സുരക്ഷിതമാണ്. അവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കഴിഞ്ഞു, ഇറങ്ങി, അവനെന്താ വെച്ചാൽ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എങ്കിൽ തന്നെ അവന് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. മേഡം, ഇതിനകത്ത് പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അവസാനം പിരിയുന്ന സമയത്ത് ഒരു എമൗണ്ട് ഉണ്ട്. ഞാനും ഒരു എമൗണ്ട് വാങ്ങിച്ച് സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. എന്നാൽ ആ എമൗണ്ട് ഒക്കെ നമ്മളുടെ താൽക്കാലികമായിട്ട് നമ്മൾ ചെലവഴിച്ച് അങ്ങ് അസ്തമിച്ചു പോകും. ഏതായാലും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു 6 വർഷ സർവീസ്
സർവീസൊക്കെ പറയുന്നുണ്ട്. മിനിമം അതൊരു 10 വർഷം സർവീസെങ്കിലും ആക്കി അവർക്ക് ഒരു പെൻഷനും കൂടെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി സുരക്ഷിതമാണെന്ന് പറയുന്നു. മാഡം, എനിക്ക് എന്റെ അഭിപ്രായം തീർന്നു. ശരി ചന്ദ്രൻ, വിളിച്ചതിന് നന്ദി. രമേശ് എന്ന പ്രേക്ഷകൻ എരുമേലിൽ നിന്നും ചെയ്യുന്നു. രമേശ്, ഇത്തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. കയറുന്ന പ്രായം, സർവീസിലേക്ക് കയറുന്ന പ്രായം, ഒപ്പം വിരമിക്കുന്ന പ്രായം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുന്ന ഒരു നിയമനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ ചെറുപ്പക്കാരെ, സമൂഹത്തിലെ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ ഈ രീതിയിലോട്ട് അവർക്കൊരു സ്ഥിര ജോലി എന്ന് പറയുന്നത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഇവര് പറയുന്നു സൈന്യം യൂത്ത് ആകണം, യൂത്ത് ഇത്രയും നാൾ യൂത്ത് അല്ലേ, 20 വർഷം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ VRS കൊടുത്ത് പോകാം, അവര് പോകാം, അല്ലാത്തവർക്ക് നിൽക്കാം. ഇപ്പോഴും നമ്മുടെ സൗന്യം യൂത്ത് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരുടെ ഉള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? 4 വർഷത്തെ സർവീസ് എന്തവർക്ക് നേട്ടം ഉണ്ടാകാൻ പറ്റും? അവർക്ക് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്? ഒരു പാർട്ടി ഇല്ലാതെയാണ് യുവാക്കൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും പാർട്ടിയുടെ ലെവലിലാണോ? CPM-ന്റെ ലെവലിലാണോ? കോൺഗ്രസിന്റെ ലെവലിലാണോ? അല്ലല്ലോ. CPM-കാര് പ്രതികരിക്കുന്ന അവരുടെ ലെവലിൽ കൊടിയുടെ മുന്നിലാണോ അണിനിരക്കുന്നത്? അല്ലല്ലോ. കോൺഗ്രസിന്റെ ലെവലിലൊന്നും അല്ലല്ലോ. അപ്പോ ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. എന്ത് ആനുകൂല്യങ്ങളാണ് ഇവർ കൊടുക്കുന്നത്? ഒരു 4 വർഷം സർവീസിൽ നിന്നേച്ച് അവരെ പറഞ്ഞു വിടുകയാണ്. മുർക്കക്കട നടത്താവുന്ന പോലെ 15% പേരെ സേനയിലേക്ക് എടുക്കുക. അതെ മാഡം, ഒരു കാരണവശാലും അവർ എന്ത് മാനദണ്ഡത്തിൽ മറ്റുള്ളവര് വെറും ധർമ്മക്കാരുടെ ഐറ്റത്തിൽ ലോട്ടറി എടുക്കുന്ന പോലെ ആയി പോവല്ലേ? ലോട്ടറി എടുക്കുന്ന അതേ രീതിയിലായി പോവല്ലേ? കിട്ടിയാ കിട്ടി. പക്ഷെ വിരമിച്ച സൈനികർ എന്നുള്ള രീതിയിലുള്ള സഹായങ്ങൾ പിന്നീടും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകും ജോലിക്കായി എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. അത് എത്ര ശതമാനം? KKPP എന്ന് പറയുന്ന കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പറയും KKPP എന്ന് പറയും, പരീക്ഷ പിള്ളേരെ. ഇത് ലോട്ടറി അടിക്കുന്ന പോലെയുള്ള ഒരു സംവിധാനമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള രീതിയിൽ നിന്ന് മാറുകയാണെന്നല്ല. സമരക്കാരോടൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അക്രമ സമരം മാറ്റണം. ഇതുപോലെ ട്രെയിൻ നമ്മുടെ സ്വത്ത് തന്നെയാണ്. അത് മാറിച്ച് നമ്മുടെ കർഷകർ എങ്ങനെ സമരം നടത്തിയോ അതേ രീതിയിൽ സമരം നടത്തുമായിരിക്കും നമ്മുടെ രാഷ്ട്രത്തിനും അവർക്കും ഉചിതം. ശരി, വളരെയധികം നന്ദി വിളിച്ചതിന്. വഹാബ് കൊല്ലത്ത് നിന്നും ചേരുന്നു. വഹാബ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മാഡം, പിന്നെ നേരത്തേക്ക് മുൻകാലങ്ങളിൽ ഈ പട്ടാളത്തിലേക്ക് ആളിനെ എടുക്കുന്നത് പോലെ എടുത്താൽ എന്താണ് കുഴപ്പം? ഇതൊരു പുതിയ പദ്ധതിയാണ്. അവർ പറയുന്നത് നിയമനത്തിൽ കൂടുതൽ എണ്ണത്തിൽ ആളുകളെ എടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അത് വെറുതെ ആണല്ലോ മാഡം. അതില് ജനങ്ങളെ ഈ ചെറുപ്പക്കാരെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. ശരി, അതാണ് വഹാബിന്റെ അഭിപ്രായം. വളരെയധികം നന്ദി വഹാബ് വിളിച്ചതിന്. കുട്ടപ്പൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. കുട്ടപ്പൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറയൂ. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ ഹലോ, പറഞ്ഞോളൂ കുട്ടപ്പൻ. ഇത് വളരെ നല്ല ഒരു സ്കീമാണ്. ഞാൻ ഇതിനേറ്റ 101% ഞാൻ അംഗീകരിക്കുന്നു. വളരെ നല്ല ഇതാണ്. ഞാൻ ആർമിയിൽ സർവീസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ലെ, ഇത് 17 മുതൽ 21 വയസ്സിനകത്തുള്ള കുട്ടികൾ ഡേഞ്ചറസ് പ്രായമാണ്. സ്വഭാവ രൂപീകരണത്തിന് വളരെ നല്ലതാണ്. അല്ലെ, പാവപ്പെട്ട ഈ സ്വമേധയാ പഠിത്തം നിർത്തി പോകുന്ന സർക്കാരിന്റേതല്ലാത്ത വീഴ്ചകൊണ്ട് സ്വമേധയാ പഠനം നിർത്തി പോകുന്ന കുട്ടികൾക്ക് ഇത് ഒരു തൊഴിലവസരമാണ്. കുടുംബം രക്ഷപ്പെടും. അതുപോലെ വളരെ നല്ല കാര്യമാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതിനെ എതിർക്കുന്നത് കാർഷിക നിയമത്തെയും ഈ 370 വകുപ്പിനെയും പൗരത്വ ബില്ലിനെയും എതിർക്കുന്നത് പോലെ ഇത് എതിർക്കുകയാണ്. ഇത് ആർമിയുടെ കാര്യമാണ്. ആർമിയുടെ കാര്യം ആർമിക്ക് വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ശരി. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് അടുത്ത കോളും. മനോജ് പറഞ്ഞോളൂ. അല്ല, എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് ഒരു പ്രക്രിയ, അത് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മളുടെ ധർമ്മം എതിർക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിന്റെ ശാപം. ആദ്യത്തത്. രണ്ടാമത്തത്, ഇപ്പൊ 17 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ ഒരാളിന് മാസം 30,000 രൂപയല്ലേ ശമ്പളം പറയുന്നത്. അപ്പൊ 30,000 രൂപ വെച്ച് ഇവിടെ ആരാണ് തൊഴിൽ കൊടുക്കുന്നത്? 10ാം ക്ലാസ് പാസ്സായ ഒരാളിന് 30,000 രൂപ വെച്ച് 4 കൊല്ലമെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അടുത്തത്, ഈ 21 വയസ്സാകുമ്പോഴത്തേക്കും പിരിഞ്ഞു പോകുന്ന ആളിന് ഒരു നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നില്ലേ? ഇല്ലേ? പിന്നെ അടുത്ത ഈ 4 വർഷം അവരവിടെ ചുമ്മാതിരിക്കില്ല എന്നത്. ഈ ഇവിടുന്ന് പാസ്സായി ഇറങ്ങുന്നത് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ ഒരാളിന് ഇറങ്ങി വരുമ്പോഴത്തേക്കും 4 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അയാൾക്ക് തത്തുല്യമായ എന്തെങ്കിലും ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് വരുന്നത്.
പറഞ്ഞ മനസ്സിലായി. ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടാവും അയാളുടെ കയ്യിൽ. അതുമായിട്ടാണ് അയാൾ ഇറങ്ങി വരുന്നത്. അപ്പൊ അയാൾ ഇറങ്ങി വരുമ്പോൾ വീണ്ടും അയാൾക്ക് ഒരു തൊഴിൽ സാധ്യതയാണ്. കാരണം ആ ജോലിയിൽ ഒരു എക്സ്പീരിയൻസ് കൂടെ ആയിട്ട് അയാൾ വരുന്നത്, ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞൊരു ഡിപ്ലോമക്കാരൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് എക്സ്പീരിയൻസാ ഉള്ളത്? അപ്പൊ ഈ ഇറങ്ങുന്ന ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 4 കൊല്ലം 30,000 രൂപ വെച്ച് എല്ലാ മാസവും ശമ്പളം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ല തുക കയ്യിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു തൊഴിൽ ചെയ്യാൻ പ്രാപ്തനായിട്ട് ഇറങ്ങി വരുന്ന ഒരാളാണ്. ഇതൊക്കെ വേണ്ടാന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, നാടിനെ നശിപ്പിക്കണമെന്ന് മനോഭാവമുള്ള ആൾക്കാരാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, വിളിച്ചതിന് നന്ദി. പ്രേക്ഷകർക്ക് തുടർന്നും വിളിക്കാം. പൊതുവേദി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അഗ്നിപഥിലെ പ്രതിഷേധം തന്നെയാണ് ഇന്നും പൊതുവേദി ചർച്ചയാക്കിയിരിക്കുന്നത്. അണയുമോ പ്രതിഷേധാഗ്നി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിരവധി ഇപ്പോൾ കൂടുതൽ നിയമനങ്ങളിൽ ഒപ്പം സംവരണത്തിലൊക്കെ കൂടുതൽ അയവ് വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. അത്തരത്തിൽ നീങ്ങുമ്പോൾ ഈ പ്രതിഷേധം അണയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമുക്കൊപ്പം രാജീവൻ എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. രാജീവൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് ഇത് മനസ്സിലാക്കാതെ, ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കാതെ, രാജ്യത്ത് ഒരു പുരോഗതി ഉണ്ടാക്കാൻ സമ്മതിക്കാതെ കുറച്ച് ആളുകൾ രാജ്യത്തിന് നേരെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ചെയ്യുന്നത്. സൈന്യ സേവനം ചെയ്യാൻ പോകുന്ന കുട്ടികളാണോ ഈ ട്രെയിൻ കത്തിക്കുന്നത്? രാജ്യസ്നേഹം സൈന്യത്തിനകത്ത് പോകുമെന്ന് പറഞ്ഞാൽ സേവനമാണ്, മാതൃരാജ്യത്തെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ ആ പോകാൻ തയ്യാറാകുന്ന കുട്ടികൾ യാതൊരുവിധമായ ചിന്തയില്ലാത്ത രീതിയിൽ ട്രെയിനുകൾ അവർ രാജ്യത്ത് ഇത് റഷ്യ-ഉക്രൈനകത്ത് ചെയ്യുന്ന അതേ രീതിയല്ലേ അവർ ഇന്ത്യക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിശക്തമായിട്ട് മിലിറ്ററിയെ കൊണ്ട് ഈ മോഡിയുടെ സമാധാനം ഒന്നും ഒക്കത്തില്ല. കാരണം മോഡിക്ക് നഷ്ടപ്പെടാനില്ല, ഈ രാജ്യത്തിന്റെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നത്. ആർക്ക് ഇവരെയൊക്കെ റെഡിയാക്കി കളയണം, ഇവരെയൊന്നും വെളിവിടാൻ പാടില്ല. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. മോഡി ഒരാൾ പ്രാപ്തനല്ല, അല്ലെങ്കിൽ പ്രാപ്തനായ യോഗിയെ വിളിക്കണം. യോഗി ആദിത്യനാഥിനെ പോലെ സമർത്ഥനായിട്ടുള്ള ആളുകളെ രാജ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യം മുമ്പോട്ട് പോകത്തില്ല. ശരി രാജീവൻ, വിളിച്ചതിന് നന്ദി. ശരി, ഓക്കെ. കൊല്ലത്ത് നിന്നും പ്രമോദ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. പ്രമോദ്, പറഞ്ഞോളൂ. മാഡം, എനിക്ക് 2-3 സംശയങ്ങളുണ്ട്. പറയൂ മാഡം. പറഞ്ഞോളൂ, ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, സംസാരിച്ചോളൂ. ഇതിനെ എതിർക്കുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് എതിർക്കുന്നത് മാഡം? അവർക്ക് പല ആശങ്കകളാണ്. ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ അതിലേക്ക് എത്തുന്ന കുട്ടികൾ പിന്നീട് 4 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നീട് അവരുടെ ഭാവി എന്താണ്? ഒപ്പം ഇപ്പോഴുള്ള സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അതനുസരിച്ച് തന്നെയാണ് ഇവരുടെ എല്ലാ ഫിറ്റ്നസ് അടക്കം നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് കടത്തുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ 4 വർഷം കഴിയുമ്പോൾ അവർ പിന്നീട് ജോലി ഇല്ലാത്ത ആളുകളായി മാറുന്നു? അത്തരത്തിലുള്ള കുറെ അധികം ആശങ്കകളുണ്ട് എന്നാണ് പറയുന്നത്. മാഡം, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ മാഡം. ഇത് ഞാൻ 20 കൊല്ലം സേവനം അനുഷ്ഠിച്ച ഒരു എക്സ് സർവീസ്മാൻ ആണ്. ശരി. എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇതിന്റെ അന്തസ്സത്ത് ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവസരം കൊടുക്കുന്നില്ല. താങ്കൾ പറയൂ. ഇത് എക്സാക്ട്ലി നമ്മുടെ നാടിനെ സേവിക്കാനായിട്ട് ഇവർക്കൊരു അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിനെ യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇത് നമ്മുടെ നാട്ടിലെ യൂത്തിന് ഒരു ഇൻസ്പിറേഷൻ ആണിത്. തുടർന്ന് പറഞ്ഞോളൂ പ്രമോദ്. നമ്മുടെ അയൽനാടായിട്ടുള്ള ചൈനയില് കമ്പൽസറി സർവീസ് ഉണ്ട്, 5 year കമ്പൽസറി സർവീസ് ഉണ്ട്. ശരി. അത് നമ്മുടെ നാട്ടില് നമ്മുടെ യൂത്തിന് ആ ഒരു അവസരം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് മോശമായിട്ട് സംഭവിക്കുന്നത്? അതെ, പ്രമോദ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇത് സേവനം ചെയ്യാനുള്ള, രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ സേവിക്കാനുള്ള ഒരു അവസരമായി കരുതണം അല്ലെ, ഒരു ജോലിക്കപ്പുറം എന്നാണ് പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും 101%. അങ്ങനെ അത്തരത്തിൽ ആഗ്രഹിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ട് സേനയിലേക്ക് അല്ലെ? ഇത് സാലറി പോലും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് അഭ്യസ്ത വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാരെ അത് ഇന്ത്യയിൽ ഉടനീളം ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പൊ ഈ പ്രതിഷേധം എല്ലാം ആവശ്യമില്ലാത്തതാണ് എന്നാണ് പ്രമോദ് പറയുന്നത്. തീർച്ചയായിട്ടും. ശരി പ്രമോദ്, വളരെയധികം നന്ദി വിളിച്ചതിന്. സത്യൻ കോഴിക്കോട് നിന്നും. സത്യൻ പറഞ്ഞോളൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മാഡം, ഞാൻ 24 വർഷം സർവീസ് ചെയ്തിട്ട് വന്നൊരു വ്യക്തിയാണ്. ശരി. പക്ഷെ ഈ ഒരു ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ തികച്ചും അവ്യക്തമായ ഒന്നാണ്. ഇത് അധികം ശരിയില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു പറഞ്ഞോളൂ ഈ പദ്ധതി.
ഇത് തികച്ചും ശരിയില്ലാത്തതാണ്. കാരണം ആം ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഇതിലാണ്. അതിപ്പോ 4 വർഷത്തേക്ക് ഒരു സർവീസിൽ അവരെ നിയമിക്കുകയാണെങ്കിൽ അവര് 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ബാക്കി ബാലൻസ് വരുമ്പോൾ അവർക്ക് ഒരു വർഷത്തെ ലീവ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. 4 വർഷത്തിനിടയ്ക്ക് ബാലൻസ് വരുന്ന അവർക്ക് 2 വർഷമേ അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ 2 വർഷം കൊണ്ട് അവര് യഥാർത്ഥത്തില് ഒരു ട്രെയിനിങ്ങിനോടോ അല്ലെങ്കിൽ എങ്ങനെ ശത്രുക്കളോട് ഏത് രീതിയിൽ ശത്രുക്കളിൽ എടുത്ത് നിന്നിട്ട് മുന്നേറണമെന്നോ അവര് എങ്ങനെ ചെറുത്തു നിൽക്കണമെന്ന് അവർക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല എന്നാണ് അല്ലേ? കഴിവുണ്ടാവില്ല. കാരണം ഞങ്ങളും സർവീസ് ചെയ്യുന്ന സമയത്ത് മിനിമം 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോർഡറിലേക്ക് വിടാറുള്ളൂ. ശരി സത്യൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതൊരു വലിയ ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. ജയകുമാർ എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ജയകുമാർ പറഞ്ഞോളൂ. മാഡം, ഈ സേവനം ചെയ്യാനായിട്ട് കുടുംബത്തില് അമ്മയ്ക്കോ അച്ഛനോ വല്ലതും ആഹാരം കഴിക്കാനോ ചെലവിനോ ഉണ്ടെങ്കിൽ പോയി സേവനം ചെയ്യാം. ഇത് അവർക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഈ പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ ഭാവിയും പോവും, വിദ്യാഭ്യാസവും പോവും. 4 കൊല്ലം കൊണ്ട് എന്ത് കിട്ടാനാണ്? 10.something lakhs കിട്ടുമെന്ന് പറയുന്നു 4 കൊല്ലം കഴിയുമ്പോൾ. ഇവിടെ 40 കൊല്ലം സർവീസ് ചെയ്ത് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം വാങ്ങിച്ച് പിരിച്ച് ഇപ്പൊ കിട്ടുന്നതിന്റെക്കാളും കൂടുതൽ പെൻഷനും വാങ്ങിച്ചിട്ട് ഇന്നത്തെ ഈ കാലത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല. ഒരു തരത്തിൽ ജീവിക്കാൻ വയ്യ. പിന്നെ ഇവർ എന്ത് സേവനം ചെയ്യാനാണ്? അത്തരത്തിൽ പദ്ധതിയിൽ അവ്യക്തതയുണ്ടെന്നാണ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് അഭിപ്രായപ്പെടുന്നത്. പുനലൂരിൽ നിന്നും വർഗീസ് കൂടി ചേരുന്നു. വർഗീസ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം, പറയൂ. ഇത് അന്യായം പിടിച്ച ഒരു ഇടപാടാണ്. ഞാൻ പട്ടാളത്തിൽ 18 വർഷം ജോലി ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ശരി. യാതൊരു വിധത്തിലും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആയിരക്കണക്കിന് ജനസേനയിലും ഗവൺമെന്റിലും കേരള ഗവൺമെന്റിലും അപേക്ഷകൾ അയച്ച് യാതൊരു നിവൃത്തിയിലും ഒരിടത്തും ഒരു പൈസ കിട്ടുന്നത്. അന്നേരം ആര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കുള്ള ആൾക്കാർക്ക് തന്നെ കുറച്ചൊക്കെ ജോലി കിട്ടും. അല്ലാതെ ഒരു നിവൃത്തിയിൽ ഇത് വെറും കളിപ്പീരാണ്. ഇത് മൈസനെ വെറും വിഡ്ഢിയാക്കുന്ന പണിയാണ് BJP ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ശരി ശരി വർഗീസ്, വിളിച്ചതിന് നന്ദി. പദ്ധതി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേർ പൊതുവേദിയിലേക്ക് വിളിച്ചിരുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും വിളിക്കുക. പൊതുവേദിയുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.